ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ദിജീഷേട്ടനും പാച്ചും കൂടെ ഒരു സ്ഥലം വരെ പോവുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് പാച്ചൂസിന് എന്തൊക്കെയോ ഒരു കച്ചറ, തലയിലാണ് ചൂടുകുരുണ്ടായിട്ട് ഒന്ന് ചൊറിഞ്ഞിട്ട് വയ്യ, ആ ഒരു കച്ചറ വേറെ. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ, ഞങ്ങൾ ലുലുവിൻ്റെ ഇൻ്റർവ്യൂവിന് പോവുക കേട്ടോ. ഇന്നലെ ഇന്നും ആയിട്ടാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇന്നലെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നേരത്തെ ഇറങ്ങിയതാണ്, വേഗം മോനെയും കൊണ്ടാണ് പോണത്. അപ്പോൾ ഇത്തിരി വെയിലാകുന്നതിൻ്റെ ഇടക്ക് കഴിച്ചിലാവിയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും വിചാരിച്ച പോലെ തന്നെയായി. ഞങ്ങൾ പച്ചു എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അവനിപ്പോൾ നല്ലോണം സംസാരിക്കും. ആദ്യമോനെ ഈ പ്രായത്തിലൊന്നും അങ്ങനെ വർത്തമാനം പറയല്ല. ഇനി 2 വയസ്സ് 2.5-3 വയസ്സാവാനായാലും നല്ലോണം കൂട്ടി സംസാരിക്കാം. പക്ഷേ പാച്ചൂസ് നല്ല സ്മാർട്ടാട്ടോ, അവൻ വേഗം സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട്. വണ്ടിമേലായിട്ട് അവന് ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ എങ്ങോട്ടും പോവില്ല. ഞാനും മക്കളും നിജീഷേട്ടനും ഇപ്പോൾ അങ്ങനെ എങ്ങോട്ടും പോകുന്നില്ല. ഞാനും പണിക്ക് പോകാൻ തുടങ്ങിയാറെ എനിക്ക് ലീവുള്ളപ്പോൾ നിജീഷേട്ടന് പണി ഉണ്ടാവും. അങ്ങനെ അതിനെക്കൊണ്ട് എങ്ങോട്ടും പോവില്ല. ഇപ്പം ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിട്ടോ. അപ്പോൾ ദിജീഷേട്ടനാണെങ്കിൽ ഈ പന്നിയങ്കര എന്നറിയാമെന്നല്ലാണ്ട് ഈ സുമംഗലി ഓഡിറ്റോറിയം എവിടെയാണെന്ന് ദിജീഷേട്ടനും വലിയ പരിചയമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ചോദിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു 7 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയപ്പോഴുള്ള കാഴ്ച കാണിച്ചു തരാം. 7 മണിക്ക് അവിടെ എത്തിയപ്പോഴുള്ള കാഴ്ച, അത് ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഏരിയ നിറയെ വണ്ടിയായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു രാവിലെ തന്നെ അവിടെ എത്തിയവർ. അപ്പോൾ ഏതായാലും ഞങ്ങൾ വേഗം ടോക്കൺ കിട്ടി. ഞാൻ പാച്ചൂസിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എൻ്റെത് പെട്ടെന്ന് കഴിഞ്ഞ്, എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പുറത്ത് ദിജീഷേട്ടനെ വെയിറ്റ് ചെയ്ത്. ദിജീഷേട്ടന് ഒരു 9 മണി 9:30 ആയപ്പോൾ ദിജീഷേട്ടനോ കഴിഞ്ഞ്. പാച്ചൂസ് ഉറങ്ങായതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന്, അല്ലെങ്കിൽ ഞാൻ ഇരിക്കാൻ സമ്മതിക്കില്ല, ഓടി കളിച്ച് കച്ചറാക്കിയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുക കേട്ടോ. തിരിച്ചു പോരുമ്പോൾ ആ സമയത്ത് നല്ലോണം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ജോലിയില്ലാണ്ട് കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കേട്ടോ ഇത്. എന്തായാലും ഒരുവിധം എല്ലാവർക്കും കിട്ടട്ടെ. ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്തിയിട്ടോ, നല്ല വെയിലല്ലേ. അപ്പോൾ പാച്ചൂസിനെ കൊണ്ട് തിരിഞ്ഞ് കളിക്കാണ്ട് വേഗം പോകുന്നത്. വീട്ടിലെത്തിയപ്പോൾ ദിജീഷേട്ടൻ വന്ന് നമുക്ക് ജ്യൂസ് അടിക്കാൻ, കൈതച്ചൊക്കെ ഉണ്ടായിനെ വീട്ടിൽ. അപ്പോൾ പെട്ടെന്ന് ദിജീഷേട്ടൻ അതൊക്കെ കട്ട് ചെയ്ത്, അപ്പോഴേ ഞാൻ ജാറൊക്കെ എടുത്തു കൊടുത്ത് വേഗം തന്നെ അതിലേക്ക് മുറിച്ചിട്ടു. നമ്മൾ കയ്യാളായിട്ട് നിൽക്കണം ഇവരൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അടുക്കളേൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടാവില്ല. പിന്നെ ഞാൻ വേഗം പഞ്ചസാരയും വെള്ളമൊക്കെ ഒഴിച്ച്, ദിജീഷേട്ടൻ ജ്യൂസ് അടിക്കുമ്പോഴേക്കും ഞാൻ കറിയൊന്നും വെക്കാണ്ട് അതിൻ്റെ പോയത്. അപ്പോൾ ഞാൻ കറി വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി. ശരിക്കും പറഞ്ഞാൽ ഈ ചൂടുള്ള സമയത്ത് നമ്മൾ ശരീരം ചൂടായി നിൽക്കുമ്പോൾ തണുത്ത വെള്ളമൊന്നും കുടിക്കരുതെന്ന് പറയുന്നത് കേൾക്കാം. എന്തോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷേ ആര് കേൾക്കാനല്ലേ, ഇത്രയും ചൂട്, എന്തും ചൂടാ പുറത്ത്. ആ ചൂട് സഹിച്ച് വരുമ്പോൾ എല്ലാവരും തണുത്ത എന്തെങ്കിലും കഴിക്കണമെന്നേ ആഗ്രഹിക്കുള്ളൂ. അപ്പം ഞങ്ങൾ ജ്യൂസ് അടിച്ച് ഞാനും കുടിച്ച് മക്കൾക്കും കൊടുത്ത്. പാച്ചൂസും ആദ്യം വീഡിയോ എടുക്കുന്നതിലേക്ക് നിന്നില്ല കേട്ടോ. ദിജീഷേട്ടൻ നിൽക്കില്ല. ദിജീഷേട്ടൻ എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഞാൻ ആദ്യത്തെ പോലെ എൻ്റെ കൂടെ റീൽസ് എടുക്കാനൊക്കെ കൂടെ ഇനിയിപ്പോൾ എന്തോ ഒരു മടിയാണ്, എത്ര പറഞ്ഞാലും വരില്ല. ഞാനിത് ട്രയൽ ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്യാമറയിൽ നോക്കി തീരെ സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണ് കോങ്കണ്ണ് പോലെയായി പോവാൻ. ഞാൻ എൻ്റെ ഫേസ് തന്നെ നോക്കിയാൽ സംസാരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വേറെ എങ്ങോട്ടോ ആ കണ്ണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേനു. ഞാനിത് തന്നെ കേട്ടോ പറയുന്നത്, ഈ തണുത്ത ഫുഡ് കഴിക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലോണം കുടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി ജ്യൂസായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.